എന്റെ കൂട്ടുകാരൊക്കെ എന്തോന്നാണ് ഒന്നും നടക്കാനും പറ്റുക. എന്താണ് എവിടെയാണ് എന്താണ് നിന്നൊന്ന് കാണാൻ കിട്ടുന്നത്? ഇപ്പൊ ആരാണ് എന്റെ വൈക്കിൽ വരുന്നത്? ഈയടാ ഞാൻ ബ്രണ്ട്, ഞാൻ ഇവിടുത്തെ വലിയ ഗുണ്ടല്ലേ, റൗഡിയല്ലേ. നമ്മൾ ഇവിടെ ഉണ്ടാവുമ്പോ ഏത് റൗഡീസാണ് ഈ കാട്ടിൽ വരുന്നത്? ലോസ് ആൻഡസിൽ നമ്മളറിയത്ത റൗഡി എടേ, അവളെ പുറകെ അല്ലാതെ മറ്റെങ്ങനെ പുറകെ പോടെ. എന്റെ വണ്ടി താടേടെ, എന്റെ കാറ് ലോറി താടേ, നിന്നെ ചവിട്ടിയാൻ കൂട്ടും. എന്റെ അടിക്കണ പോലീസ് പോലീസ് എന്റെ വണ്ടി കൊണ്ടുപോണ്. എടാ എന്റെ വണ്ടി അവിടെ എന്താണ് എന്റെ കാലും കയ്യും അവിടെ നില്ലടെ. എന്താണ് എടാ എന്റെ വണ്ടി താടെ? എനിക്ക് ആകെ സമ്മതം ഇറങ്ങി പോടാ കള്ളക്കടയാടി ചവിട്ടിയാൻ കൂട്ടും. എടാ എടാ എന്റെ വണ്ടിയാ എടാ എടാ ആരോടാ ഇവനൊക്കെ എന്തോന്നാണ്? ഏതോ കാട്ടാളെ. വെൽക്കം ബാക്ക് ഗൈസ്. എല്ലാവരും മാക്സിമം ലൈക്ക് അടിക്കുക, പവർ ആക്കുക. അപ്പോൾ ഇന്നത്തെ പരിപാടിയാണ് വേറെ ഗൈസ്, നമ്മളൊരു വെറൈറ്റി സംഭവം ചെയ്യാൻ പോവാണ് ഗൈസ്. വേറെ ഗൈസ്, നമ്മൾ NPC ക്യാരക്ടറിലേക്ക് ഫുള്ള് സ്വിച്ച് ചെയ്യാം. സോ നമ്മൾ ഒരിക്കലും ഇത് കളിക്കില്ല, ഫ്രാങ്ക്ലി മൈക്കിൾ ടറോന്നും ഒരിക്കലും കളിക്കില്ല. സോ നമ്മൾ വന്നിട്ട് വെറുതെ ഫൈറ്റ് ചെയ്യണ മാതിരി ഇങ്ങനെ ആക്ഷൻ ചെയ്യാൻ വേണ്ടി കുറേ വരും. സോ അവരുടെ പ്രതികരണം ഓരോ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ വാച്ച് ചെയ്ത് കൊടുത്തു, ഓരോന്നിങ്ങനെ ഷൂട്ട് ചെയ്ത് കൊടുത്തു. ഇവിടെ നോക്കിയ ചോപ്പിന് ഓരോരോ വെറൈറ്റി ഓരോ സംഭവങ്ങളൊക്കെയാണ്. സോ അതേമാതിരി ഓരോരുത്തർക്ക് പല റിയാക്ഷൻസ് ആയിക്കാരം. നമ്മളേതായാലും നേരം വെച്ചിട്ടല്ല, നമുക്ക് നേരെ പോയേക്കാം. നീയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന എന്റെ ലൈഫിലോട്ട് ഒരു തെന്നെ അടിച്ചോണ്ട് എന്തൊക്കെയാണ് നമ്മുടെ ഈ കൊച്ചു വെള്ളത്ത് സംഭവിക്കുന്നേ? ആരുടെ അവനൊക്കെ എന്തോന്നാണ് ബാക്കിലെന്തോ യുദ്ധോ എന്താണിത്? ഒരു സാധനം തപ്പിയാ കിട്ടൂല, അല്ലെങ്കിലേ വിഷമ ചാവാനായി. ഫ്രാങ്ക്ലിൻ ഇങ്ങോട്ട് ഇറങ്ങി വാടാ. അവിടെ നിൽക്കാതെ ഇങ്ങോട്ട് വാഴച്ചോ. ചെങ്കൂട്ടങ്ങത്തെങ്ങനെ വന്നാതെ ഇവിടെ ഇങ്ങോട്ട് വാടാ. ധൈര്യം ഇങ്ങോട്ട് വാടാ. എന്തിനാണ് ജൗളിങ്ങനെ പ്രവർത്തിക്കുന്നത്? ഇങ്ങോട്ട് വാടാ, ധൈര്യം ഇങ്ങോട്ട് വാ. അത് കാണുക എന്തേ ചവിട്ടാൻ കഴിയൂല, അങ്ങനെ ചവിട്ടിട്ട് കാര്യമില്ല. ധൈര്യം ഇങ്ങോട്ട് ഇറങ്ങി പോയി. ഓ അവിടുത്തെ കണക്ക ഇന്നപ്പിടിയ ഫ്രാങ്കിളുടെ Help me, ഇത് ചക്കര തട്ടിക്കുന്നേ. ആരെങ്കിലും വരെ പ്ലീസ് അറി. അവനവിടെ വണ്ടി എടുത്തിട്ട് പാട്ടു വരെ എനിക്ക് അവിടെ പാട്ടു വരെ പ്ലീസ് പോലീസ് പോലീസ് പാട്ടു എന്തെങ്കിലും പണി ചെയ്യാനും വിചാരിച്ചാൽ സമ്മതിക്കത്തില്ല. ഒരു തനക്ക് പാഴപ്പത് പാറങ്ങട്ടേനെ പാറ ആണല്ലോ. ഇതെന്താ? ഹലോ എന്താണ്? പോയി അല്ല ഇതൊക്കെ എടാ ഞാൻ പോകുന്നേ, എനിക്ക് വേറെ പണി. എന്റെ പിന്നാലെ വരുന്നില്ലല്ലോ. ഹായ് ബ്രൂ, എന്താണ് എന്തൊരു തോന്നർ നീ കത്രാനകൻ കല്ലമ്പേ അലമ്പുടിക്കണം. ഏതു റിമോട്ട് അപ്പം ഇന്റെ ബാക്കിലെ കണ്ടമ്പോ വിടുന്നാലേ പറഞ്ഞിക്കണല്ലേ സേഫ് അല്ല. എന്തിനു നല്ല പൈസ ഉണ്ട്, പക്ഷേ ഇങ്ങനെ മക്കഞ്ഞ റിമോട്ട് ആരുടെ എന്താടാ നോക്കണേ? എന്നെ നേരിടാൻ കണ്ടിനെ? നീ ആരോടെ ചെത്തേ വന്നേ? ഇവനൊക്കെ ഇവനാടാ എന്റെ വീട്ടിലെ ഒരു വള്ളൂടി. ഇവനെ ഓടാ കണ്ടപ്പോ ഇവനെ പേന്താണ് ഓടിക്കോ. എന്റെ പൊന്നു, ഈ ദിശയിൽ എന്തൊരു മാന്യത, എന്തൊരു സ്വസ്ഥത. ഇതെന്തോന്നാണ്? ആരോടതൊക്കെ? മുൻപ് ഞാൻ ട്രാവലോ അല്ല നീയാണോ? അല്ല ചൂടി ഇതെന്തോന്നാണ് ഇവിടൊക്കെ നടക്കണേ? ഇപ്പൊ ഞാൻ ഇവിടെ കുറച്ച് ദിവസം മാറുന്നപ്പോ എന്തൊക്കെ ഇവിടെ നടക്കുന്നത്? ഞാൻ വന്നപ്പോ എന്നിട്ടും വന്നപ്പനി എന്തിനാണ് മെനക്കോ ജീവിച്ചോന്ന് എനിക്ക് മനസ്സിലാവത്ത്. നീ ഏതൊരു വേന ചെറ്റാനി വിടലാ. ഞാൻ ജീവിച്ചു പോയിക്കോട്ടെ, ഇവരിവിടെ എത്തിയോ? ഞാൻ ആ ട്രക്കിൽ കിട്ട് വരിപ്പോ ഇവരെവിടെ സമാധാനം തരില്ലേ? രക്ഷപ്പെടുന്നതാണ് നല്ലത്. ആരും ഓടരുത്. നല്ലവനായ വ്യക്തിയാണ് കണ്ടല്ലേ, അവൻ നല്ലവൻ. നല്ലവനായ വ്യക്തി എന്നെ ഇടിച്ചിട്ടാവും പോണേ. എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കണം? എന്റെ വാണ്ടി ഓടുന്നതാണ് ബുദ്ധി, എന്നെ കൊല്ലാതെ എന്റെ ബാങ്കിന് ഇളപ്രാന്തോന്ന് പതുക്കെ പോടെ. എങ്ങോട്ട് നോക്കിയാണ് നീ പോണ്? ഇവിടുന്ന് ഓടണല്ലേ ചെങ്ങായി, എന്റെ ബാക്കിൽ
എടേ നീ എന്താടാ കാണിക്കുന്നത്? എടേ എന്തടേ ഇവൻ എന്തിനാണ് എന്നെങ്ങനെ കാട്ടുക? ഈശ് എടി നിന്നെനിക്ക് ഇഷ്ടക്കെന്നെയാണ് നീ അപ്പൊ ഞാൻ വന്ന സാധനം ഇവിടെ അത് വാങ്ങാന്ന് വിചാരിച്ചപ്പോൾ ഒരു അരപ്പൻ ആ കീടാണ് നീ പൊടി എത്തി. എന്താണ് എന്താ സുഖല്ല എനിക്ക്? എന്താ ഗേൾ ഫ്രണ്ടാ? എന്താണ് അല്ല ഫ്രണ്ടാണ് ഫ്രണ്ട്. അതിനെന്തിനാണ് എന്റെ മുമ്പ് കയറിക്കണേ? ഓടിയോടുന്ന് നീ അങ്ങനെ സൂചിച്ചിരിക്കണോ? ടവർ കീഴടങ്ങുന്നതാണ് നിനക്ക് നല്ലത്. ഇവിടെ 4 സൈഡിലാണ്ട് പോലീസ് ചുറ്റുവളഞ്ഞിരിക്കുകയാണ്. നീ ഇങ്ങോട്ട് വരുന്നാണോ അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരണോ? സാർ അങ്ങോട്ട് പോലെ, സാർ അങ്ങോട്ട് പോരുത്, അവിടെ ഡേഞ്ചറാണ്, അവൻ ഭയങ്കര ഡേഞ്ചർ. യവനായാലും എനിക്ക് സീനില്ല. ഞാൻ അവനെ തീർത്തിട്ട് ഇവിടുന്ന് പോത്തുള്ളൂ. മറ്റും തീർത്തേ പോകുകയോ? എന്തോ പുണ്യ നേരത്തെ പറഞ്ഞിട്ട് എന്തി എന്താണ് മുത്തേ നിനക്ക് സുഖല്ല? നീ എന്താടാ എന്നടിക്കാൻ നോക്കുന്നാടാ? എന്നടാ പേടിയണം മുത്തേ? ഇങ്ങോട്ട് തരുന്നു ഈടോ നിനക്ക് ഞാണ്ടല്ലോ. ഇവിടെ കേടാടാ, അവിടെ കേടാ. My dear boyfriend, my dear എന്റെ boyfriend is here. സിനക്കോൻ എന്റെ പുറകെ ആരാടാ കാലടി? എന്നൂന്നല്ല കാല് പിടിച്ചെടുത്ത് കാലക്കട ചവിട്ടിവിടെ ഈയിടെ ഊടിക്കോ. എന്നൂന്ന് അവിടെ വിചാരിച്ച ഓരോരുത്തരും കെട്ടിയതാ വീണ്ടും വരുന്നത്. ഇവനൊന്നും വേറെ പണിയില്ല. അതൊക്കെ ആരടിയേ? എന്തിനാണ് എന്റെ വയറ്റിൽ ഓടുന്നത്? ഈയിടെ അവളെ ഫൈറ്റ് ജസ്റ്റ് മിസ് ഓളക്കാണ് ഇടയ്ക്ക് പോടാവുന്നത്. അവടെ ചോട്ടെ എന്റെ അല്ലേ വേറെ ഇടയ്ക്ക് ആയിട്ട് ഫൈറ്റിന് പോകും. ഇവയ്ക്ക് അവന് വേറെ പണിയൊന്നുമില്ല. എന്താണ് ഇവിടുന്ന് രക്ഷപ്പെടുന്നതാണ് ഏറ്റവും നല്ല ബുദ്ധി. ഊണമാവായേ എന്തോടെ എന്നെ ചവിട്ടാൻ വീണ്ടും രക്ഷപ്പെട്ടു. എന്നെ മാത്രം തിരട്ടാറില്ല. ഞാനതെന്നെ ജോഗിങ് വിളിച്ചോണ്ടാ എന്റെ കൂട്ടുകാരൊക്കെ എന്തോന്നാണ് ഒന്നും നടക്കാനും പറ്റുക. എന്താണ് എവിടെയാണ്? എന്താണ് നിന്നൊന്ന് കാണാൻ കിട്ടുന്നത്? ഇപ്പൊ ആരാണ് എന്റെ വൈക്കിൽ വരുന്നത്? ഈയടാ ഞാൻ വലിയ ഗുണ്ടല്ലേ, റൗഡികളല്ലേ? എടാ നമ്മൾ ഇവിടെ ഉണ്ടാവുമ്പോ ഏത് റൗഡീസാണ് ഈ കാട്ടിൽ വരുന്നത്? ലോസ് ആൻഡസിൽ നമ്മളറിയത്ത റൗഡി. എടേ അവളെ പുറകെ അല്ലാതെ മറ്റെങ്ങനെ പുറകെ പോടെ അതടിയേറ്റ്. സോ ഗീസ് ഇവിടെ നമ്മൾ NPC ക്യാരക്ടേഴ്സിന്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ വേറെ നല്ല കേസ് നമ്മൾ അവരോട് ഓരോ റിയാക്ഷൻസും കാര്യങ്ങളൊക്കെയാണ്. പ്രത്യേകിച്ച് എടുത്ത് നോക്കിയാൽ ഇവിടെ കുറേ ആൾക്കാരൊക്കെ കാണാം. സോ ഓരോരുത്തർക്ക് പല മോഡൽ റിയാക്ഷൻസ് ആണ്. പല മോഡൽ പണിയിലാണോ, എല്ലാവരും ഫ്രീ അല്ല, എല്ലാവരും ബിസി ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലൊക്കെയാണ്. കുറേ ആൾക്കാർ അങ്ങോട്ട് സംസാരിച്ചിരിക്കുന്ന അല്ല GT5 കാര്യങ്ങളൊക്കെ അവിടെ നമ്മൾ നോക്കി. സോ ശരിക്കും പറഞ്ഞാൽ GT6 ശരിക്കും പറഞ്ഞാൽ റിയൽ ലൈഫായിട്ട് താരതമ്യമുണ്ടോ? സോ ശരിക്കും പറഞ്ഞാൽ GT6 ശരിക്കും പറഞ്ഞാൽ റിയൽ ലൈഫായിട്ട് താരതമ്യമുണ്ട്. സോ GT6 റിയൽ ലൈഫായിട്ട് നിന്ന് AP ഇൻസ്പിറേഷൻ എടുത്തിട്ടുണ്ട്. പക്ഷെ എല്ലാം ഫിനാൻഷ്യൽ സ്റ്റൈലിൽ ആണ് എന്ന് വെച്ചാൽ പകുതി മുക്കാലും കോപ്പിയാണെന്നാണ് അർത്ഥം. കാരണം റിയൽ ലൈഫിൽ നിന്ന് കുറച്ച് താരതമ്യം ചെയ്തിട്ടാണ് നമ്മൾ GT6 വരുന്നത്. കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് നല്ല ഗ്രാഫിക്സും കാര്യങ്ങളും. അതേമാതിരി റിയൽ ലൈഫിൽ എങ്ങനെയാണ് ടിക്ടോക്ക്, അതേമാതിരി ഈ ഓരോ സോഷ്യൽ മീഡിയ ഐറ്റംസ് ഒക്കെ അല്ല, അതേമാതിരി തന്നെയാണ് നമ്മൾ GT6 വരാൻ പോകുന്നത്. ഇപ്പോൾ വൈസ് സിറ്റിയിൽ നിന്നാണ് GT6 ഇൻസ്പയർ ആയിട്ടുള്ളത്. അപ്പം ലൊക്കേഷൻ ഒക്കെ സെയിം ആണെങ്കിൽ കുറച്ചൊക്കെ പകുതി മുക്കാൽ സെയിം ആണ്, വൈസ് സിറ്റിത്താണ്. പിന്നെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ വേണമെങ്കിൽ നമ്മൾ റിയൽ ലൈഫിൽ എങ്ങനെയാണുള്ളത് നമുക്ക് യൂട്യൂബ് എടുക്കാം, അതേമാതിരി നമുക്ക് ലൈവ് സ്ട്രീമിംഗ് ചെയ്യാം, അതേമാതിരി നമുക്ക് ടിക്ടോക്ക് എല്ലാം ഇൻസ്റ്റാഗ്രാം എല്ലാം നമുക്ക് വേണ്ട എല്ലാ സോഷ്യൽ മീഡിയ ഐറ്റംസും ഇതിൽ തന്നെ GT6 അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. സോ നെക്സ്റ്റ് നോക്കിയാൽ പോലീസ് ആൻഡ് ക്രൈം ഇത് രണ്ടുമാണ് ഇതിൽ മെയിനായിട്ട് വരാൻ പോകുന്നത്. അതായത് നമ്മളിപ്പോൾ റിയൽ ലൈഫിൽ USA നോക്കുകയാണെങ്കിൽ അവിടുത്തെ പോലീസിന് ഓരോ സംഭവങ്ങളൊക്കെ പെട്ടെന്ന് പിടിച്ചു കൊണ്ടായിട്ട് ജയിലിൽ, അതേമാതിരി തന്നെയാണ് അതിന് റിയൽ ലൈഫിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് ഇതൊക്കെ വരുന്നത്. USA പോലീസ് എങ്ങനെയാണോ നടക്കുന്നത് അതേമാതിരി തന്നെയാണ് GT6 വരാൻ പോകുന്നത്. റിയൽ USA സിസ്റ്റം പോലെ ആയിരിക്കും ഇതിലും വരാൻ പോകുന്നത്. അതായത് റിയൽ ആയിട്ടുള്ള സംഭവങ്ങളായിരിക്കും അധികം ഇതിൽ സംഭവിക്കുക. അതായത് നമുക്കൊരു താടി അടിച്ചു കളഞ്ഞാൽ കുറേ കഴിഞ്ഞാൽ റിയൽ ലൈഫിൽ ഇങ്ങനെ ഉണ്ടായി വരും ഒരാഴ്ച കഴിയുമ്പോഴത്തേന്. അതേമാതിരിയാണ് ഇതിലും റിയൽ ആയിട്ട് സംഭവിക്കുക. നമ്മളിപ്പോൾ GT5 നോക്കുകയാണെങ്കിൽ താടി നമ്മൾ ബാർബർ ഷോപ്പിൽ ആയിട്ട് വെക്കണം. പക്ഷെ ഇതിലങ്ങനെയല്ല, ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാവും, കിളർത്ത് വരും. സോ പക്ഷേ ഇതിൽ NPC ക്യാരക്ടേഴ്സ് പറഞ്ഞാൽ നമ്മൾ റിയൽ ലൈഫിൽ എങ്ങനെയാണ് എന്ത് നമ്മൾ ഫൈറ്റ് ചെയ്യണമെങ്കിൽ അതൊക്കെ ഒരു വീഡിയോ എടുക്കും, ഇങ്ങോട്ട് സോഷ്യൽ മീഡിയ ലൈവ് സ്ട്രീമിങ് അങ്ങനെ നമ്മൾ റിയൽ ലൈഫിൽ എങ്ങനെയാണ് ഉള്ളത് അതേമാതിരി ആയിക്കാരാണ് നമ്മൾ GT6 വരാൻ പോകുന്നത്.
അങ്ങനെ ഓരോ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ GTA 6 കുറേയൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് കാരണം നമ്മളെ GTA 5 അപേക്ഷിച്ച് നോക്കിയാൽ GTA 6 കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് വരിക. ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസ് ക്രിയേറ്റഡ് ഫണ്ണി മൂമെന്റ്സ് ആൻഡ് ക്രേസി മൂമെന്റ്സ് അൺറിയലിസ്റ്റിക് സ്റ്റാൻഡ്സ്. സോ ഫണ്ണി ആയിട്ട് ഓരോ കാര്യങ്ങളും ഉണ്ടാവും, അതേമാതിരി ക്രേസി ആയിട്ട് ഓരോ മൂമെന്റ്സും കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ അത് മാത്രമല്ല അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതിൽ. സോ അങ്ങനെയൊക്കെയാണ് ഫൈനൽ വെർഡിക്റ്റ്. റിയൽ ലൈഫ് ഇൻസ്പിറേഷൻ യെസ് എന്ന് വെച്ചാൽ റിയൽ ലൈഫ് എക്സാക്ട് കോപ്പി അല്ല, സിമ്പിളായി പറഞ്ഞാൽ റിയൽ ലൈഫ് സിനിമ സ്റ്റൈൽ ഗെയിം മാഡ്നസ് GTA 6. സോ നിങ്ങൾ എത്ര പേര് GTA 6 വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് കമന്റ് ചെയ്ത് കേട്ടോ ഗൈസ്. പലരും ഇപ്പോൾ GTA 6 PS5 കാര്യങ്ങളൊക്കെ അങ്ങനെ വാങ്ങി കുത്തിർക്കുന്നത്. സോ നമ്മളിതുവരെ വാങ്ങിയിട്ടേ ഇല്ല. സോ വാങ്ങണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ഗൈസ്. ഓക്കെ നമുക്ക് ഏതെങ്കിലും ഫീച്ചറിൽ അപ്ലൈ എടുക്കാൻ അടിച്ച് നിൽക്കുകയാണ് നമ്മൾ പതുക്കെ എടുക്കാൻ അടിച്ചിട്ട്. ഓക്കെ നമ്മളേതായാലും മൊത്തത്തിലൊന്ന് സെറ്റായിട്ട് നോക്കാമെന്ന് വിചാരിച്ചിരിക്കുക. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ ദ ബൈ ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക്, ബൈ ദ ബൈ ഗൈസ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതിരിക്കും ഗുഡ് ബൈ ഗൈസ്.